എവ്രിവൺ. ഇന്ന് നമ്മൾ ARM കണ്ട് അടിപൊളി മൂവിയാ. ടൊവിനോ തോമസ് 3 റോൾസ് ആക്ട് ചെയ്തു. അത് എല്ലാം നല്ലതാണ്. ഇനിയും ഇങ്ങനത്തെ മൂവീസ് ഇനിയും റിലീസ് ആവണം. അച്ഛന് ഇഷ്ടപ്പെട്ടിനോ? നിനക്ക് ഏത് ഡയലോഗ് ഇഷ്ടപ്പെട്ടെ? എനിക്ക് റെയിനും വിൻഡായിട്ട് ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയുന്ന ഡയലോഗ് ഇഷ്ടപ്പെട്ടെ. അച്ഛന് ഇഷ്ടപ്പെട്ട എന്താ ഡയലോഗ്? അച്ഛന് ഇഷ്ടപ്പെട്ട ഡയലോഗ് രാജാവിന് ഈ കറുപ്പാണ് പേടി എന്ന് പറയുന്ന ഒരു ഡയലോഗ്. പിന്നെ രാജാധികാരമൊക്കെ പോയി ഇവിടെ ഇപ്പോൾ ജനാധിപത്യം വന്നു എന്ന് പറഞ്ഞൊരു ഡയലോഗ്. അതിൽ ആക്ച്വലി വേറൊരു മീനിങ് ഉണ്ട്. രാജാവിന് കറുപ്പാണ് പേടി എന്ന് പറയുന്നതിലൊരു രാഷ്ട്രീയമാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഇപ്പം നമ്മൾ രാജാധികാരം മാറിയിട്ട് ജനാധിപത്യ ഡെമോക്രസി വന്നിട്ടും ഡെമോക്രസിയിലുള്ള ഹൈ ലെവൽസ് ഡെമോക്രസീൻ്റെ മേലെയുള്ള മന്ത്രിമാരും ആൾക്കാരും ഒക്കെ ഇപ്പോഴും പ്രതിഷേധങ്ങൾക്കും അതിൻ്റെ എതിർസ്വരങ്ങൾക്കും പേടിക്കുകയും അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനെയും ആ കറുപ്പിനെ പേടിക്കുന്ന രാജാവിനെ തുറന്നു കാട്ടുന്നതും ആയ ഒരു രാഷ്ട്രീയമാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഓവറോൾ ഞാൻ മൂവി കണ്ടത് 2 ടൈപ്പിലായിരുന്നു. ഒന്ന്, ഞാൻ നിൻ്റെ കൂടെ ഇരുന്ന് നിൻ്റെ ആ ഒരു ലെവലിൽ എല്ലാ ഈച്ച് ആൻഡ് എവരി സീനും ഞാൻ എൻജോയ് ചെയ്തു. പിന്നെ ഞാൻ ഓരോ സീനിലും അതിൻ്റെ അണ്ടർലൈനിങ് ആയിട്ടുള്ള ഒരു മീനിങ് കണ്ടെത്താൻ ശ്രമിച്ചു. അങ്ങനെ 2 തരത്തിൽ ആ സിനിമ ഞാൻ എൻജോയ് ചെയ്തു. 2 തരത്തിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണിത്. ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട അതിൽ മേക്കിങ്ങിലുള്ള പെർഫെക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. കാരണം ബഡ്ജറ്റിൻ്റെയും ഇതും. പക്ഷെ 3Dയിൽ കണ്ടതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പാട്ട് ഇഷ്ടപ്പെട്ടു, 2 പാട്ടും ഇഷ്ടപ്പെട്ടു. അതിൽ ആ ലവ് സീൻ അല്ലെങ്കിൽ അവരുടെ ആ പ്രണയ സീനൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് പ്രണയം സീൻ ഇഷ്ടപ്പെട്ടില്ല, ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ മൊത്തത്തിൽ എൻജോയ് ചെയ്തിരുന്ന് കാണാനും നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റും. ഒരു കഥ വായിക്കുന്ന ഒരു ഫീൽ കണ്ടാൽ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും. അതിൽ പാസ്റ്റും ഫ്യൂച്ചറും ഇല്ല പോലെ തോന്നും. ആ മണിയൻ ചേസ് ചെയ്യാൻ പോയത് ഫയർ സ്റ്റിക്സും, പിന്നെ ഈ ഇപ്പം അജയനെ ചേസ് ചെയ്യാൻ പോയത് ടോർച്ചും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ചേഞ്ച് ആയത്. അതായത് ഓരോ കാലഘട്ടങ്ങളിലും നമ്മളെ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാനും കൂടെ ഇതായിരുന്നു. അത് നോക്കിയാൽ മതി നീ. ആദ്യം റേഡിയോ ആയി, പിന്നെ ഫോണ് ആവുന്നു, പിന്നെ ആൾക്കാരുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ എല്ലാം ഇതിലുള്ള മാറ്റം. അത് തന്നെയാണ് പണ്ട് രാജഭക്തിയായിരുന്നു, പിന്നെ അത് മാറി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മുടേതായ ഒരു അധികാരമായി മാറുന്നു. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റണം. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. ബൈ ബൈ.